ഗുഡ് മോർണിംഗ്. രാവിലെ പുറത്തെ ജോലികൾ ഇച്ചിരി ഒതുക്കിയിട്ട് അടുക്കളയിൽ കയറത്തുള്ളൂ. ഇച്ചിരി തുണി കഴുകി മിറ്റുമൊക്കെ ഒന്ന് തൂത്ത് ഒതുക്കി. അടുക്കളയിൽ കയറി ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തില്ല. അതുകൊണ്ട് പുറത്ത് ഇച്ചിരി ജോലി ചെയ്തിട്ട് പിന്നെ അടുക്കളയിൽ കയറും. അങ്ങനെ കുക്കറിനകത്ത് ഇച്ചിരി ചോറും അങ്ങ് വെച്ച് ഇന്ന് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ച് എല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ടയ്ക്ക് സവാള അരിഞ്ഞ് വെച്ച് കോവയ്ക്കയും ചീനി എല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചപ്പോൾ തന്നെ തേങ്ങയും കൂടി പുട്ടിനും കൂടി എടുക്കുമ്പോൾ തേങ്ങ പൊട്ടിച്ച് പുട്ടിനും കൂടി ഒന്ന് കുഴച്ച് വെച്ച് ഉപ്പ് ഇട്ട് ഇച്ചിരി തോനെ വെള്ളം ഒഴിച്ച് അത് കുതിരാൻ കൂടി അങ്ങ് വെച്ച് ആ സമയത്തിന് നമുക്ക് ഒന്ന് മുട്ടക്കറി അങ്ങ് വെക്കാമെന്ന് വെച്ച് കടുക് വറുത്ത് സവാള ഇട്ട് അതും കൂടി വാടാൻ വെച്ച് മോള് ഇച്ചിരി രാവിലെ എണ്ണിക്കാൻ ഇച്ചിരി പാടാണ്. ഇച്ചിരി താമസിച്ചേ ഉള്ളൂ എണ്ണിക്കും. ഇച്ചിരി എണ്ണിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാ ജോലിക്ക് സഹായിക്കും. അങ്ങനെ വെള്ളരിക്ക വിട്ട് മോര് കാച്ചാന്ന് വെള്ളരിക്ക വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. അങ്ങനെ മോരിനരയ്ക്കുന്ന കണക്കാണ് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനകത്ത് മോരും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുത്ത് വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ ഉപ്പ് ഇടണം. വെള്ളരിക്ക വെന്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് അരപ്പും കൂടി ഒഴിച്ച് മോര് റെഡിയാവും. കടുക് വറുത്തൊഴിച്ച് ഉള്ളി അങ്ങ് വാടി അങ്ങനെ അതിനകത്ത് പൊടികളെല്ലാം ചേർത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെ മുട്ടക്കറി അങ്ങ് ശരിയായി. വെള്ളരിക്ക വെന്തപ്പോൾ അതിനകത്തോട്ട് അരപ്പും ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് ചൂടായാൽ മതി. അങ്ങ് കടുക് വറുത്ത് അതിനകത്ത് ഒഴിച്ചാൽ മതി. അങ്ങനെ കോവയ്ക്കയും കൂടി ഒരൊറ്റ കടുക് വറുത്ത് അതും കൂടി വെച്ച് അത് പുട്ട് വെന്ത് പുട്ടും കൂടി കുത്തിയിട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ്. അങ്ങനെ മോരിനും കൂടി കടുവും കൂടി വറുത്തിട്ട് ഇവിടെ ചാളയാണ് കിട്ടിയിരുന്നു. ചാളയ്ക്കകത്ത് ഒത്തിരി കരിമീനുണ്ട് എന്ന് പറഞ്ഞാൽ മീൻ മുട്ടയുണ്ട്. അങ്ങനെ അതും കൂടി ഇച്ചിരി പീര കണക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മോരിനും കൂടി ഒന്ന് കടുക് വറുത്ത് അതിനകത്ത് തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് ഒന്ന് വാട്ടിയിട്ട് അതിനകത്ത് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഈ മുട്ടയും അതിനകത്ത് ഇട്ടിട്ട് തേങ്ങയും കൂടി തിരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ടപ്പീര റെഡിയാവും. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അങ്ങനെ പിന്നെ ഒരു സൈഡിൽ ഞാൻ സവാളയും ചെറിയ ഉള്ളി പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി വാട്ടാൻ വെച്ച് മീൻ കറിക്ക് അതും കൂടി വാടിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ പൊടികളൊന്ന് ചേർക്കുക. ഇന്ന് പുളിമുളകും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനകത്ത് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും ഇട്ട് തിളച്ച് കഴിയുമ്പോൾ മീനും കുറയ്ക്കും. അതാണ്ട് പീര റെഡിയായി. അങ്ങനെ തിളച്ച് അതിനകത്ത് ചാളയങ്ങ് നമുക്ക് പറക്കിയിടാം. ഒരു സൈഡ് ഞാൻ ചീനിയും കൂടി വെച്ച് അതും കൂടി വേവിച്ച് എല്ലാം കൂടി ഇന്ന് ചാള ഇപ്പോൾ വരുന്ന ചാളയ്ക്ക് നല്ല നെയ്യുണ്ട്. നല്ല നെയ്യ് ചാളയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെച്ച് ജോലികളൊക്കെ രാവിലെ അങ്ങ് ചെയ്താലേ ഒരു സമാധാനം വരത്തുള്ളൂ. അങ്ങനെ മീൻകറി റെഡിയായി, ചീനിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.